കഴിഞ്ഞ കോവിഡ് കാലത്ത്, കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇത്തരം സാമഗ്രികളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ഒക്കെ വിലക്കയറ്റം കാരണം മൊത്തത്തിൽ നിർമ്മാണ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വില വർദ്ധിച്ച് അതിൽ ബുദ്ധിമുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാനാവുന്നതിന് മുമ്പ് തന്നെ വീണ്ടും നമ്മുടെ മുമ്പിൽ ഇത്തരം ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയുടെ ഒരു ആക്കം നമുക്ക് ഇപ്പോൾ മനസ്സിലാവാത്തത് നമ്മുടെ നാട്ടിലെ പണിക്കാരെല്ലാം പുറത്ത് അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ നാട്ടിലേക്കൊക്കെ പോയിരിക്കാം. ഭൂരിഭാഗം ആളുകളും അവർ ഇപ്പോൾ അവിടെയാണ്. അവർ തിരിച്ചു വരുന്നതോടുകൂടിയാണ് ഇനിയും കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇത്തരം അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും അത്തരം സംഗതികളൊക്കെ നേരിട്ട് ബാധിക്കാൻ പോകുന്നത്. അതായത് വർക്കുകൾ ഇപ്പോൾ സ്വാഭാവികമായി തന്നെ പലയിടത്തും ഒന്ന് മെല്ലെപ്പോക്കുള്ള ഒരു സന്ദർഭമാണ് ഈ ലേബേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. അത് മാറിയിട്ട് ഇനി ലേബേഴ്സ് എല്ലാം തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യാൻ നിർമ്മാണ സാമഗ്രികൾ മേടിക്കേണ്ടി വരുമ്പോൾ ഈ വരുന്ന വിലക്കയറ്റം നമ്മളെ നേരിട്ട് ബാധിക്കാൻ പോകുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റുകളെല്ലാം ഒന്നുകൂടി വിശകലനം ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടി കൃത്യപ്പെടുത്തി നമ്മൾ തുടങ്ങി വെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പാതി വഴിയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നശിച്ചു പോകുവാനൊക്കെയുള്ള സാധ്യതകൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വളരെയധികം കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി.